തൃശൂരിൽ ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവിന് ആംബുലൻസ് ലഭിക്കാതെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ വിശദീകരണവുമായി ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ രംഗത്തെത്തുന്നു. യാത്രക്കാരൻ അബോധാവസ്ഥയിൽ ആണെന്ന് ഡിവിഷണൽ കൺട്രോൾ ഓഫീസിലേക്ക് വിവരം ലഭിച്ചു. ഉടൻ തന്നെ അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ ആംബുലൻസ് ക്രമീകരിച്ചു. രാത്രി സമയം ആയതിനാൽ സ്റ്റേഷൻ മാസ്റ്റർ ആംബുലൻസിനെ ബന്ധപ്പെട്ടെങ്കിലും ആംബുലൻസ് എത്താൻ വൈകി എന്നാണ് വിശദീകരണം. AV ജയശങ്കർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ വിഷയത്തിൽ. എന്താണ് റെയിൽവേ കാര്യത്തിൽ നൽകുന്ന വിശദീകരണം? അതായത് ഉന്മേഷ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദൗർഭാഗ്യകരമായ വിഷയമെന്ന് റെയിൽവേ ഈ വിഷയത്തെ ആദ്യം തന്നെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. യാത്രക്കാരൻ അബോധാവസ്ഥയിലാണെന്ന് ഡിവിഷണൽ കൺട്രോൾ ഓഫീസിലേക്ക് വിവരം ലഭിച്ചു. അപ്പോൾ തന്നെ അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ ആംബുലൻസ് ഉൾപ്പെടെ ക്രമീകരിക്കാൻ നിർദ്ദേശം നൽകി. തൊട്ടടുത്ത സ്റ്റേഷനായ മുളങ്കുന്നത്തുകാവിൽ ട്രെയിൻ നിർത്തുകയും ചെയ്തു. രാത്രി സമയമായതിനാൽ സ്റ്റേഷൻ മാസ്റ്റർ ആംബുലൻസിനെ ബന്ധപ്പെട്ടെങ്കിലും ആംബുലൻസ് എത്താൻ ഏറെ വൈകിയെന്നാണ് റെയിൽവേ പറയുന്നത്. കൃത്യസമയത്ത് വൈദ്യസഹായം ഉറപ്പുവരുത്താൻ റെയിൽവേ ഉദ്യോഗസ്ഥർ ഏകോപനത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തു. അടിയന്തര സാഹചര്യം പരിഗണിച്ച് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ റെയിൽവേ ഒരു തീരുമാനമെടുത്തിരുന്നു. ഈ മുളങ്കുന്നത്തുകാവ് സ്റ്റേഷനിൽ നിന്നും 6 മിനിറ്റോളം മാത്രമാണ് ഈ തൃശൂർ സ്റ്റേഷനിലേക്കുള്ളത്. അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു. അവിടെ ആംബുലൻസ് ഉൾപ്പെടെ ക്രമീകരിക്കുകയും ചെയ്തു. എന്നാൽ ചില യാത്രക്കാർ ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തിയ കാലതാമസം ഉണ്ടായി. നടപടികൾക്ക് വലിയ തോതിലുള്ള കാലതാമസം വരുത്തി. ഈ തൃശൂരിൽ ആംബുലൻസ് ക്രമീകരിച്ച വിഷയം ഈ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ ഈ മുളങ്കുന്നത്തുകാവിൽ ട്രെയിൻ നിർത്തിയതിനു ശേഷം യാത്രക്കാരോട് ഉൾപ്പെടെ പറഞ്ഞെങ്കിലും പ്രകോപനപരമായാണ് അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാർ ഉൾപ്പെടെ പ്രവർത്തിച്ചതെന്നാണ് ഇല്ലെങ്കിൽ ഇടപെട്ടതെന്നാണ് റെയിൽവേ പറയുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരെ പൂർണ്ണമായി ന്യായീകരിച്ചു. ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയുമില്ല എന്നാണ് തിരുവനന്തപുരം ഡിവിഷന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദീകരണം. ഒപ്പം തന്നെ ചികിത്സ വൈകാൻ കാരണം ചില യാത്രക്കാരുടെ പ്രകോപനപരമായ സമീപനമാണെന്നും റെയിൽവേ വിശദീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ റെയിൽവേ ഈ ആംബുലൻസ് ഉൾപ്പെടെ ക്രമീകരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. തൃശൂരിൽ ആംബുലൻസ് ഉൾപ്പെടെ ക്രമീകരിച്ച് വെക്കുകയും ചെയ്തു. എന്നാൽ ട്രെയിൻ ഈ യാത്രക്കാർ ചെയിൻ വലിച്ച് നിർത്തിയതോടുകൂടി ഈ മുളങ്കുന്നത്തുകാവിൽ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി. അവിടെ ആംബുലൻസ് ബന്ധപ്പെട്ടെങ്കിലും കൃത്യസമയത്ത് ലഭ്യമാവാത്ത സാഹചര്യം ഉണ്ടായി. എന്തായാലും ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചുകൊണ്ട് ചികിത്സ വൈകാൻ കാരണം സഹയാത്രക്കാരുടെ അല്ലെങ്കിൽ ചില യാത്രക്കാരുടെ പ്രകോപനപരമായ സമീപനം എന്നാണ് റെയിൽവേ നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്നത്. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.